ആമ്പലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. അവിവാഹിതരായ യുവതിയും യുവാവും കസ്റ്റഡിയിൽ. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ നൂലുവള്ളി സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ആമ്പലൂർ സ്വദേശി ബവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പലൂർ സ്വദേശിയായ ബവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി. ബവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ എടുത്ത് സൂക്ഷിച്ചത് ബവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷയും വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ബവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്.